ജോജോ എന്ന ബ്ലോഗർ തൻ്റെ ഡ്രീംസ് എന്ന ബ്ലോഗിൽ സ്വന്തം നാടിനെക്കുറിച്ച് കുറിച്ചത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്വന്തം നാട് ചൂരൽമല. പക്ഷേ ഉരുൾപൊട്ടലിൽ ജോജോയ്ക്ക് നഷ്ടമായത് തൻ്റെ പ്രിയതമ നീതുവിനെ. ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ ചൂരൽമലയിലെ ഹൈസ്കൂൾ റോഡിലെ അവരുടെ ഉറപ്പുള്ള വീടാണ് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത്. ഉരുൾപൊട്ടിയപ്പോൾ ജോജോയും മാതാപിതാക്കളും മകനും ഭാര്യ നീതുവും എല്ലാം വീട്ടിലുണ്ടായിരുന്നു. മഴ കനത്തു പെയ്യുമ്പോഴും നീതു വിശ്വസിച്ചത് തൻ്റെ വീട് പോലെ സുരക്ഷിതമായ ഒരു സ്ഥലം വേറെ എവിടെയും ഇല്ലെന്നായിരുന്നു. എന്നാൽ ഉരുൾപൊട്ടലിൽ കാർ ഉൾപ്പെടെയുള്ള ഭാരമേറിയ സാധനങ്ങളും ചെളിയും വീട്ടിലേക്ക് ഇരച്ചു കയറിയപ്പോൾ ജോജോയ്ക്ക് ഒന്നും ചെയ്യാനായില്ല. അയാൾ മകനെയും പ്രായമേറിയ മാതാപിതാക്കളെയും പിടിച്ച് എങ്ങനെയോ വാതിൽ തുറന്ന് രക്ഷപ്പെട്ടു. അപ്പോഴേക്കും പാലം തകർന്നിരുന്നു. അപ്പോഴും ഭാര്യ നീതു അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നാണ് അയാൾ വിശ്വസിച്ചത്. എന്നാൽ നീതു നിന്നിരുന്ന വീടിന്റെ ഒരു ഭാഗം പെട്ടെന്നാണ് പൊട്ടിത്തകർന്ന് ഒലിച്ചുപോയത്. ആ ഒഴുക്കിൽപ്പെട്ട നീതുവും പോയി. മകനെയും മാതാപിതാക്കളെയും ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിച്ച ശേഷം ഭാര്യ നീതുവിനെ തേടിയിറങ്ങിയ ജോജുവിന് പക്ഷെ ഒരിടത്തും അവളെ കണ്ടെത്താനായില്ല. വീടാകെ ഒലിച്ചുപോയിരുന്നു. വീട് നിന്നിരുന്ന സ്ഥലം കണ്ടുപിടിച്ച് തിരിഞ്ഞെങ്കിലും നീതുവിനെ കണ്ടെത്താനായില്ല. ഇപ്പോഴും നീതുവിനെ കണ്ടുകിട്ടിയിട്ടില്ല. ജോജോ ഇപ്പോൾ സൈന്യവും ദുരിതാശ്വാസ പ്രവർത്തകരും എത്തിക്കുന്ന ഓരോ മൃതദേഹവും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ പ്രിയതമയെ അവസാനമായി ഒരു നോക്കെങ്കിലും കാണാൻ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.